പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് എയർ മൈക്രോഫ്ലോറ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയേണ്ടിയിരുന്നത് വളരെ പ്രധാനപ്പെട്ട മിൽക്ക് മൈക്രോഫ്ലോറയാണ്. നമുക്കറിയാം, മിൽക്ക് എന്ന് പറയുന്നത്, പാലെന്ന് പറയുന്നത് നമ്മുടെ ജീവാമൃതമാണ്. നമ്മൾ ഓരോരുത്തരുടെയും സെല്ലിന്റെ ഉള്ളിലുള്ള വി ക്യാൻ സേ ദാറ്റ് മൈറ്റോകോൺട്രിയ അടക്കം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബോഡിയുടെ സെല്ലിന്റെ ഏറ്റവും ആദ്യത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മിൽക്കാണ്. കാരണം നമ്മൾ പാല് കുടിച്ചാണ് വളരുന്നത്. ആ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ട് നിന്നിട്ടുള്ളത് എന്താണോ അതിന്റെ പേരാണ് കേട്ടോ മിൽക്ക് എന്ന് പറയുന്നത്. But this milk is very, very precious material for the microorganism since it contains different type of micronutrients as well as macronutrients. ഇപ്പോൾ ഈ പറയുന്ന മിൽക്കിന്റെ ഉള്ളിൽ, മിൽക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ ഒരുപാട് കെമിക്കൽ കൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മൈക്രോബ്സിന്, എസ്പെഷ്യലി ദ ബാക്ടീരിയ, വൈറസ്, ഫഞ്ചൈ, അത്തരത്തിലുള്ള ഓർഗാനിസത്തിനൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവം കൂടിയാണ്. നമ്മളിവിടെ പറയാൻ പോണത് ഈ മിൽക്കിന്റെ മൈക്രോബയോളജി എന്താണ്. ഈ മിൽക്കിന് വളരെ പ്രധാനമായിട്ടും മിൽക്കിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ മുകളിൽ വരുന്ന പ്രധാനപ്പെട്ട മൈക്രോ ഓർഗാനിസംസ് ആരൊക്കെയാണ്. സോ ഇതാണ് നമ്മുടെ സിലബസ്. നമുക്കറിയാം, നമ്മളിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് ഇതാണ്. യു ക്യാൻ സി ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. നോക്കൂ, ഇതാണ് നമ്മളിപ്പോ പറയുന്നത്, ദാറ്റ് ഈസ് മിൽക്ക് മൈക്രോഫ്ലോറ. ഇതിനുശേഷം നമുക്കൊരു ഫുഡ് മൈക്രോഫ്ലോറ കൂടി പറയാനുണ്ട്. വി ക്യാൻ സേ ദാറ്റ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മിൽക്ക് മൈക്രോഫ്ലോറ. സി, നമുക്കറിയാം, നമ്മൾ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി കഴിക്കുന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ബട്ടർ എന്ന് പറയുന്നത്. ബട്ടർ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് അറിയാവുന്നത് കംപ്ലീറ്റ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഒരു PhD ചെയ്യാൻ മാത്രം മൈക്രോ ഓർഗാനിസംസ് ഈ പറയുന്ന ഏരിയയിലുണ്ട്, അത്രത്തോളം ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എത്രത്തോളം മൈക്രോ ഓർഗാനിസം, വളരെ വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസം ഇതിന്റെ മുകളിൽ വന്ന് നിൽക്കുന്നത്? ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സി, ദിസ് ഇസ് എ സ്പോയിലേജ് ഓഫ് മിൽക്ക് പൗഡർ. അല്ലെ, പാൽപ്പൊടി സ്പോയിലേഡ് ആയിരിക്കുന്ന, അല്ലെ, നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള പൊടി ഇങ്ങനെ ഉറച്ചു പോവാണ്, അതിന്റെ അർത്ഥം അതിലൊരു മൈക്രോ ഓർഗാനിസം വന്നിട്ടുണ്ടാവുന്നത്. ഇനി പല രീതിയിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. So, what is the topic actually we are going to discuss? The topic is milk microbiology. As we know, milk is a white liquid produced by the mammary gland of mammals. Primary source of nutrition for young mammals before they are able to digest other types of food. Primary source of nutrition for young mammals before they are able to digest other type of food. നമ്മൾ ചോറും കറിയും ചിക്കനും ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയിൽ 2 വയസ്സ് വരെ, അല്ലെങ്കിൽ നമ്മൾ 1 വയസ്സ് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഫുഡ് കഴിക്കുന്നത് വരെ നമ്മളെ പോറ്റിയിരുന്നത് ഈ പാലാണ്. ത്രൂ ഔട്ട് ദ വേൾഡ് there are, we can say that, more than 6 billion consumers of milk products. 6 million. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സമയവും പാലിന് വളരെ ഡിമാൻഡ് ഉണ്ടാവുന്നത്. ഏത് ഹർത്താൽ ഉണ്ടാവുകയാണെങ്കിലും പാൽ ഒഴികെയുള്ള, പാലുകൾ ഒഴിവാക്കി, പത്രം ഒഴിവാക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഇത് വളരെ പ്രഷ്യസ് ആയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. Then what are the important physical and chemical properties of milk? Milk is a white emulsion or colloid of butter fat globules. Presence of fat globules and the smaller casein micelles provide the opacity to the milk. Yellow orange carotene imparts the creamy yellow color to glass of milk. യെല്ലോ ഓറഞ്ച് കരോട്ടിൻ ഇമ്പാർട്ട് ദ ക്രീമിലെ, അതാണ് വളരെ പ്രധാനമായിട്ടുള്ള ക്രീം കളറിന്റെ കാരണം. ഇത് കണ്ടെയ്ൻ മെനി അതർ ന്യൂട്രിയൻസ്. ഇത് കൂടാതെ ഒരുപാട് മറ്റ് ന്യൂട്രിയൻസും ഈ പറയുന്ന മിൽക്കിലുണ്ട്. See, this is actually the milk as we know. Then milk contains 30 to 35 grams of protein per liter, which about 80% it's arranged in casein micelles. That is very important. അത് ഓർത്ത് വെക്കണം. മിൽക്കിലുള്ള പ്രോട്ടീൻ ആണ് casein. അതിലുള്ള മിസൈൽസ് ആണ് അതിൽ വളരെ പ്രധാനപ്പെട്ട എനർജി റിച്ച് കോമ്പണന്റ്. Different carbohydrates including lactose, glucose, galactose and other oligosaccharides are also present in milk.
മിൽക്കിൽ ഇങ്ങനെ വളരെ മൈക്രോ ഓർഗാനിസത്തിന് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുള്ളത് കൊണ്ടാണ് മിൽക്കിൽ നമ്മൾ മൈക്രോസ് വരുന്നത്. Then another important thing, calcium phosphate, then calcium phosphate, magnesium, sodium, potassium, citrate and chlorine are all included. Vitamin A, B6, B12, C, D, K, E, thiamine, niacin, biotin, riboflavin, folatates and we can say that pantothenic acids are all present in milk. ഇതൊക്കെ മിൽക്കിൽ കാണാം നമുക്ക്. All these are present in the milk. So we can say that the milk is rich with a different type of nutrients. Then changes in milk by microorganism. എന്തൊക്കെ ചേഞ്ച് ആണ് മൈക്രോ ഓർഗാനിസം മിൽക്കിൽ ഉണ്ടാക്കുന്നത്? ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ മിൽക്ക്. അല്ലെ, നമുക്ക് കാണാൻ പറ്റും. നിങ്ങളെ വീട്ടിലുള്ള പാല് മൈക്രോ ഓർഗാനിസം വന്നു എന്ന് അറിയാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് അറിയാം? ബ്ലൂ കളർ സ്യൂഡോമോണാസ് സിൻസിയാനി. അപ്പൊ ബ്ലൂ പാലിലെങ്ങാനും ബ്ലൂ കളർ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം അത് മൈക്രോബാണ്. ഏതാണ് മൈക്രോബ്? ദാറ്റ് ഈസ് സ്യൂഡോമോണാസ് സിൻസിയാനി. ദെൻ റെഡ് കളർ വരികയാണെങ്കിൽ ബർബിയാക് ബാക്ടീരിയം എരിത്രോജെൻസിസ്. Then Serpiginea microsens. These are the two important microorganisms. Then yellow color വരികയാണെങ്കിൽ സ്യൂഡോമോണാസ് സിൻടാക്സാത. ഇത് നമുക്ക് പലപ്പോഴും കാണുന്ന നമ്മുടെ വീട്ടിലെ പല പാലുകളും ബ്ലൂ ഈ യെല്ലോ കളർ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രൗൺ കളർ വരികയാണെങ്കിൽ സ്യൂഡോമോണാസ് പിട്രിഫിഷ്യൻസ്. ദെൻ ഗ്രീൻ കളർ വരികയാണെങ്കിൽ സ്യൂഡോമോണാസ് ഓറോജെനോസ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്യൂഡോമോണാസ് ടൈപ്പിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണല്ലേ. നമുക്കറിയാം പാലിലുള്ള വളരെ പ്രധാനപ്പെട്ട ലാക്ടോബാസിലസ് നമുക്കറിയാവുന്നതാണ്. ലാക്റ്റിക് ആസിഡിലുള്ള അല്ലെങ്കിൽ പാലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോ ഓർഗാനിസംസ് ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിലുള്ളത് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ദ സ്യൂഡോമോണാസ്. ദ നെക്സ്റ്റ് വൺ, ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ മിൽക്ക്. ഫ്ലേവർ, ഇതേപോലെ തന്നെ കളർ കൂടാതെ ഫ്ലേവർ മാറും അല്ലെ. നമുക്കറിയാലോ, ഇപ്പൊ ചായയിലുള്ള ഒഴിച്ച പാല് കേടാണ്, നമുക്കറിയാം ഈ പാല് കേട് വന്നിട്ടുണ്ടെന്ന്. അതെന്തുകൊണ്ടാണ്? ആ ഫ്ലേവറിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അസിഡിക് ചേഞ്ച് ഇൻ ദ മിൽക്സ്. Clean, low contents of acid, that is Streptococcus lactis. Then aromatic, aroma മാറുകയാണെങ്കിൽ Streptococci and aroma forming leuconostoc species, moderated type of acidic components. Sharp, coliform bacteria, Clostridium species, volatile fatty acid, high acidic content ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അത്തരം മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകുക. Then bitter flavor, it is due to alkaline change in the milk, potato like flavor, pseudomonas, then mucidolens. Then fishiness, then that is acromia and hydrophila, it is due to the formation of trimethylamine. ഇങ്ങനെ പല രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഈ പറയുന്ന മിൽക്കിൽ വന്നു ചേരാറുണ്ട്. നമ്മൾ പറയേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും പല രൂപത്തിലേക്ക് പാല് മാറുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരായി മാറുന്നത് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. സോ you should remember all these microorganisms are very much like to the milk because of the presence of different type of nutrient. So these nutrients support the growth of microorganism. There is a diversity of microorganism. ചിലത് കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചിലതിന്റെ ഫ്ലേവറും ചേഞ്ച് ചെയ്യും. പല രീതിയിലാണ് ഫ്ലേവർ ചേഞ്ച് ചെയ്യുന്നത്. Then importance of bacteria in milk. ഇനി നമ്മൾ മിൽക്കിലെ ബാക്ടീരിയയുടെ പ്രാധാന്യം എന്താണ്? നമ്മൾ പറയുന്ന ടോപ്പിക് മിൽക്ക് മൈക്രോഫ്ലോറയാണ് അല്ലെ. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബാക്ടീരിയ. ഫസ്റ്റ് വൺ, ബാക്ടീരിയ ആർ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ, occurs in the form of spherical, cylindrical or spiral cell. Size 1 to 5 we can say that 5 to meter വരെ ആവാം, ചിലപ്പോൾ മില്ലിമീറ്റർ ആവാം, അല്ലെങ്കിൽ മൈക്രോമീറ്റർ ആവാം. Sore forming bacteria produce trouble in dairy industry because of their resistance to the pasteurization and sanitization products. Greater the bacteriological count in milk, the lower is in bacteriological quality. Pasteurized milk should have the SPC count, that is standard plate count per ml, not exceeding 30,000. അപ്പം സാധാരണ മിൽക്കിലുള്ള ബാക്ടീരിയയുടെ ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒരു ജനറൽ ഔട്ട്ലൈൻ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും എന്തൊക്കെ ബാക്ടീരിയ അതിലുള്ളത് എന്നുള്ള we will see. Then മൗൾസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ ഉണ്ട്. മാൾഡുബാർ, we can say that multicellular in maturity are as mycelium used in cheese making, which is responsible for defect in butter and other milk products. ഇപ്പോൾ പലതരത്തിലുള്ള മൗൾഡുകളും ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടിരിക്കുന്നത് നമുക്കറിയാം ബാക്ടീരിയ ആണ്. നെക്സ്റ്റ് വൺ ഈസ് മൗൾഡ് അല്ലെ. സി ദിസ് ഈസ് എ
മൗൾഡ്, ഇങ്ങനെയാണ് മൗൾഡ് ഉണ്ടാവുന്നത്. ബാക്ടീരിയയുടെ മറ്റൊരു ഫോമാണ്. which is responsible for defect in butter and other milk products. Spores are destroyed by pasteurization. പലപ്പോഴും ഇത്തരത്തിലുള്ള സ്പോറുകളെ പാസ്ചറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ, ചൂടാക്കുകയാണെങ്കിൽ പോയി പോകും. അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്, that we will discuss in last. It should also be noted that molds mainly or species of Aspergillus, Fusarium, ഇതൊക്കെ ഫംഗസ് ആണ്. പലതരത്തിലുള്ള ഫംഗസ് ആണ് ഇത്തരത്തിലുള്ള മൗൾഡിനെ ഉണ്ടാക്കുന്നത്. Then importance of bacteria in milk, that is yeast unicellular larger than bacteria destroyed during pasteurization. അപ്പം ഇതൊക്കെ ബാക്ടീരിയ മിൽക്കിലുള്ളതാണ്. നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ പാസ്ചറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നൊക്കെ പറയാറുണ്ട്. എനിവേ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രത്തോളം മൈക്രോ ഓർഗാനിസം ഈ പറയുന്ന പാലില് നിലനിൽക്കുന്നുണ്ട്. Then virus, the most important thing that we know very familiar with during this COVID period, are ultra microscopic form of like can be destroyed by pasteurization or high heat. അപ്പോൾ സാധാരണ നമ്മൾ പാസ്ചറൈസേഷൻ വഴി നശിപ്പിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണത്. This is very important as far as your examination and your content is concerned. Microorganism associated with the pasteurized milk. ഇനിയിപ്പോൾ നമ്മൾ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ കിട്ടുന്ന എല്ലാം പാസ്ചറൈസ്ഡ് പാക്കറ്റ് മിൽക്കാണ്. മില്ലുമടക്കമുള്ള മിൽക്ക്, ജനതാ മിൽക്ക്, ഇതൊക്കെ പാസ്ചറൈസ്ഡ് ആണ്. എന്നാൽ അതിൽ പോലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഏതൊക്കെയാണ്? സാൽമോണല്ല, ദെൻ കാമ്പിലോബാക്ടർ സ്പീഷീസ്, ലിസ്റ്ററിയ മോണോസൈറ്റോജെനിസിസ്, ഇ കൊളൈ ഉണ്ട്, എർസീനിയ എൻഡറോകൊളിറ്റിക്ക ഉണ്ട്, ദെൻ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഉണ്ട്, ബാസിലസ് സ്പീഷീസ് ഉണ്ട്, മൈക്രോബാക്ടീരിയം എവിയം സബ്സ്പീഷീസ് ഉണ്ട്. ഇതൊക്കെ പാസ്ചറൈസ്ഡ് മിൽക്കിലുള്ള, നോർമൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ പശുവിന്റെ പാല് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. പാസ്ചറൈസ്ഡ് നമ്മൾ പാക്കറ്റ് പാല് പോലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. Then what are the important disease outbreak associated with the milk products? അപ്പോൾ പാലുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ നമ്മൾ നാട്ടിൽ ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട അസുഖങ്ങൾ? ഒന്ന് ഓർഗാനിസം, ഡിസീസ്, സിംറ്റം, സോഴ്സ്. നോക്കാം നമുക്ക്. ഒന്ന്, that is first one, Campylobacter jejuni, that is gastroenteritis. Symptoms: diarrhea, abdominal pain, fever, source intestinal tract and feces. Then Coxiella, that is Q fever, chills, fever, weakness. ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്ന പാലുമായി ബന്ധപ്പെട്ടുള്ള അസുഖം. വെറും പാല് കുടിച്ചാൽ തടി വെക്കൽ മാത്രമല്ല, അസുഖം കൂടി വരും എന്നുള്ളതാണ്. Then Escherichia coli, that is gastroenteritis. Then hemolytic uremic syndrome. Then അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്, ഡിസീസ് വരുമ്പോൾ ഉണ്ടാവുന്ന സിംറ്റം: ഡയറിയ, അബ്ഡോമിനൽ പെയിൻ, ബ്ലഡി ഡയറിയ, കിഡ്നി ഫെയിലിയർ, പോസിബിൾ ഡെത്ത്. ഇതൊക്കെ ആവാം, പാല് കുടിച്ചിട്ട് മരിക്കുക വരെ ചെയ്യാമെന്നുള്ളതാണ്. ഇൻഡസ്റ്റൈനൽ ട്രാക്ക് ആൻഡ് ഫീസസ്. Then മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. ദാറ്റ് ഈസ് ട്യൂബർകുലോസിസ് അസുഖമാണ്, ലങ് ഡിസീസ് ആണ്, ഇൻഫെക്റ്റഡ് ആനിമൽ. അപ്പം പല രീതിയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽ, ഇപ്പൊ ഏതെങ്കിലും ഓർഗാനിസത്തിന് അത് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ അത് പശുവിൽ തന്നെ ഉണ്ടാവാം. അത് തൊട്ട് കഴിഞ്ഞാൽ നമുക്കും അത്തരത്തിലുള്ള അസുഖം വരാൻ സാധ്യതയുണ്ട്. സോ റിമെമ്പർ, ഓൾ ദീസ് ആർ ദ സം ഓഫ് ദ ഇമ്പോർട്ടന്റ് ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് മിൽക്ക്. നോ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ മിൽക്ക് ഇത്രയും പോപ്പുലർ ആവുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു കമ്പയർ ചെയ്തുകൊണ്ട് പറയാണ്, മിൽക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇത്രയും കണ്ടന്റ് ഉള്ള ഒരാളാണ്. വാട്ടർ ഉണ്ട്, ടോട്ടൽ സോളിഡ്സ് ഉണ്ട്, ഫാറ്റ്, സോളിഡ് നോൺ ഫാറ്റ്, ട്രൂ ഫാറ്റ്, അസോസിയേറ്റഡ് സബ്സ്റ്റൻസ് ലൈക്ക് ഫോസ്ഫോലിപ്പിഡ്, കൊളസ്ട്രോൾ, കരോട്ടിൻ, വൈറ്റമിൻ. ദെൻ സോളിഡ് നോൺ ഫാറ്റ്, ദാറ്റ് ഈസ് SNF. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് SNF ഓഫ് മിൽക്ക്? That is lactose, nitrogenous substance, mineral matter, other constituents. Then nitrogenous substance are protein, non-protein. Other constituents are pigment, dissolved gases, vitamin, enzymes, etc. ഇതെല്ലാം പാലിൽ റിച്ച് ആണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, പാല് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, we can say that because of the presence of this much contents. അത് ഏതൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഒരു ക്ലാസ്സിലൂടെയും പറയും. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. സി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മിൽക്ക് കമ്പോസിഷൻ. ആനിമൽ ഫാക്ടർ, ജനറ്റിക്കലി ഇപ്പം നല്ല സിന്ധി പശു ആണെങ്കിൽ അസുഖമില്ലാത്ത പാലായിരിക്കും, കാരണം വെച്ചാൽ നല്ലതായിരിക്കും, നല്ല ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ ബ്രീഡ് ആകുമ്പോഴാണ് പലപ്പോഴും ഈ പ്രോബ്ലംസ് ഉണ്ടാവാറ്. അതുകൊണ്ട് ആനിമൽ ഫാക്ടർ എന്ന് പറയുന്നത് ഏത് പശുവിന്റെ പാലിലാണ് അസുഖം എന്ന് പറഞ്ഞാൽ ആ പശുവിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ജനറ്റിക് സ്പീഷീസ്, ബ്രീഡ്, ഇൻഡിവിജ്വൽ കൗ, ലൊക്കേഷൻ പീരീഡ്, ഏജ്, ജനറ്റിക് ഫാക്ടർ, ഇതൊക്കെ അതിൽ ഡിപ്പെൻഡന്റ് ആണ്. ബ്രീഡ്, സ്പീഷീസ്, ഫീഡ്, ദെൻ അതിന്റെ ഓസ്ട്രസ്, ഗ്യാസ്ട്രേഷൻ, പ്രസൻസ് ഓഫ് മാസ്റ്റിക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട്, ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, മിൽക്കിംഗ് ടെക്നിക്സ്, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. സോ വി ക്യാൻ സേ ദാറ്റ് we will see the important disease and microorganism diversity of milk in coming class. Thank you.